നമസ്കാരം. ബഹുമാനപ്പെട്ട സജി മിസ്, ലൈബ്രറിയൻ ജിജിസൽ, ഷൈൻ സാർ, റീഡേഴ്സ് ഫോറം ടീച്ചർ ഇൻ ചാർജ് ബിൻസി മിസ്, മറ്റ് അധ്യാപകരെ, അനധ്യാപകരെ, പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, വായനാ വാരാചരണത്തോടനുബന്ധിച്ച് റീഡേഴ്സ് ഫോറവും BA ഡിപ്പാർട്ട്മെന്റും സംയുക്തമായി സംഘടിപ്പിക്കുന്ന പുസ്തക ചർച്ചയുടെ 2ാം ദിവസമാണ് ഇന്ന്. ഇന്നത്തെ പുസ്തക ചർച്ചയിൽ പുസ്തകം പരിചയപ്പെടുത്തുന്നത് BA ഡിപ്പാർട്ട്മെന്റ് ജേർണലിസം വിഭാഗം അധ്യാപകൻ ഷൈൻ സാർ മോഡേണിറ്റി ഓഫ് സ്ലേവറി എന്ന P. സനൽ മോഹന്റെ പുസ്തകവും 3ാം സെമസ്റ്റർ BA വിദ്യാർത്ഥിനി ഐശ്വര്യ സുരേഷ് തകഴിയുടെ രണ്ടിടങ്ങഴി എന്ന പുസ്തകവുമാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ആദ്യമായി പുസ്തകം പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി ഷൈൻ സാറിനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട സജി മിസ്, ജിജിമാഷ്, ബിൻസി, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ, റീഡേഴ്സ് ഫോറവും ഇംഗ്ലീഷ് അസോസിയേഷനും ചേർന്ന് അവതരിപ്പിക്കുന്ന ഓർഗനൈസ് ചെയ്യുന്ന ഈ പ്രോഗ്രാമിൽ ഒരു പുസ്തകത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ക്ഷണിച്ചതിന് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. ഈ നമ്മുടെ ഒരു അക്കാഡമിക് പ്രാക്ടീസിൽ വളരെ നിർണായകമായ 3 തലങ്ങളാണ് റീഡിങ്, റൈറ്റിംഗ് ആൻഡ് തിങ്കിങ്. അപ്പം അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഇന്റർവെൻഷനാണ് റീഡേഴ്സ് ഫോറവും ഇംഗ്ലീഷ് അസോസിയേഷനും ചേർന്ന് നടത്തുന്നത്. അപ്പം അതിന് ഞാൻ അവരെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഓക്കെ, എനിക്ക് എത്ര മിനിറ്റാണ് ഉള്ളത്? സാർ അരമണിക്കൂർ വരെ എടുക്കാം. അയ്യോ, അരമണിക്കൂർ വരെയൊക്കെ ഞാൻ പറഞ്ഞാൽ പിള്ളേര് അത്ര വരെ എടുക്കാം, സാറിന്റെ ഇഷ്ടം. ഓക്കെ ഓക്കെ. സാറേ, കുട്ടികൾ എന്തെങ്കിലും ചോദിക്കുകയും ചെയ്യും. അപ്പൊ നമുക്ക് കുട്ടികൾ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മള് ചോദിക്കുമ്പോ അങ്ങനെ സമയം ആയിക്കോളും, കുഴപ്പമില്ല. സാർ എടുക്കുന്ന സമയം എടുത്തോ. ഓക്കെ, അല്ല അങ്ങനെ നോക്കാം. ഞാൻ പ്രസന്റ് ചെയ്യുന്ന the text I am going to present is Modernity of Slavery, Struggles Against Caste Inequality in Colonial Kerala. This is the title of the book that I am going to present. ഞാൻ പ്രസന്റ് ചെയ്യാൻ പോകുന്ന ബുക്കിന്റെ ടൈറ്റില് മോഡേണിറ്റി ഓഫ് സ്ലേവറി, സ്ട്രഗിൾസ് അഗെയിൻസ്റ്റ് കാസ്റ്റ് ഇനിക്വാലിറ്റി ഇൻ കൊളോണിയൽ കേരള എന്നുള്ളതാണ്. അതിന്റെ ഒരു മലയാള തർജ്ജിമ അടിമത്തത്തിന്റെ ആധുനികത, ജാതി അസമത്വത്തിനെതിരെ അതീശ കേരളത്തിലെ മുന്നേറ്റങ്ങൾ, സമരങ്ങൾ, പ്രക്ഷോഭങ്ങൾ, ഏത് രീതിയിൽ വേണമെങ്കിലും അവയെ വിശേഷിപ്പിക്കാം. ഈ ബുക്ക് ഇൻട്രൊഡക്ഷൻ പ്രോഗ്രാമിൽ മിക്കവാറും ബാക്കിയുള്ളവര് ഒക്കെ പ്രസന്റ് ചെയ്യാൻ പോകുന്നത്, കുട്ടികളും പ്രസന്റ് ചെയ്യാൻ പോകുന്നത് ഫിക്ഷൻ ആയിരിക്കാം. ദിസ് ഈസ് എ സ്കോളർലി വർക്ക്. ഇതൊരു പണ്ഡിത ഗ്രന്ഥമാണ്. ഒരു വിഷയത്തെ അധികരിച്ച്, ഒരു ചരിത്ര വിഷയത്തെ, ഒരു ചരിത്ര അനുഭവത്തെ അധികരിച്ച് ഒരു ഗവേഷകൻ, ഒരു അക്കാഡമീഷ്യൻ തയ്യാറാക്കിയ അയാളുടെ ഒരു അക്കാഡമീഷ്യന്റെ ഒരു ടെക്സ്റ്റാണിത്, ഈ മോഡേണിറ്റി ഓഫ് സ്ലേവറി എന്നുള്ള ടെക്സ്റ്റ്. ദ ടൈറ്റിൽ ഹാസ് 2 parts. The first part is Modernity of Slavery. The second part is Struggles Against Caste Inequality in Colonial Kerala. What I am going to do is, I will try to convey what the title actually signifies. What is this modernity of slavery? It is a historical work. The writer is a historian specializing in modern Kerala. And this work, the milieu of the work is
the colonial period. Colonial period means from the beginning of the 19th century to 1940. That is the historical sequence this book covers. So this book deals with a historical moment or a historical experience in colonial Kerala. That moment is signified in the title, The Modernity of Slavery. It means slavery, to be precise, agrestic caste slavery. That means കാർഷിക ജാതി അടിമത്തം. കേരളം എന്ന് നമ്മൾ വിളിക്കുന്ന 19ാം നൂറ്റാണ്ടിന്റെ സാഹചര്യത്തിൽ തിരുവിതാംകൂറും കൊച്ചി എന്നീ നാട്ടുരാജ്യങ്ങളായും മലബാർ പ്രസിഡൻസിയുടെ കീഴിൽ വരുന്ന മലബാർ എന്ന ജില്ലയായും നിലകൊണ്ടിരുന്ന ഈ പ്രദേശം, ഈ പ്രദേശത്ത് കാർഷിക ജാതി അടിമത്തം നിലനിന്നിരുന്നു. അടിമകൾ ജാതി വ്യവസ്ഥയിൽ നിന്ന് പുറത്തായവരായിരുന്നു. They were untouchables. They were evicted from the caste system. The most important caste communities that constituted agrestic slave population was Parayas, Pulayas and Cherumas. They were the agrestic slaves. They were working on the field. Land was owned by state, temples and upper caste landlords. And these human beings were agrestic slaves. They were in the lower rungs of the caste hierarchy. They were not even part of the caste hierarchy. But the interesting thing is, the economy was an agrarian economy, and that agrarian economy was sustained by the labor, the backbreaking labor of these agrestic slaves. But they were not considered as socially significant human beings. They were not even considered as human beings at all. When I say this, you may feel that I am talking about a myth, because that is the point which this book tries to problematize. That is the historical consciousness this book tries to problematize. നമുക്ക് മലയാളികൾക്ക് എന്ന് വിളിക്കുന്നവർക്ക് ഒരു ചരിത്രബോധമുണ്ട്. ആ ചരിത്രബോധം, നമ്മുടെ ചരിത്രബോധത്തിന് രണ്ട് ജീവിതങ്ങളുണ്ട്. Our historical consciousness has two places, two lives. അത് യൂണിവേഴ്സിറ്റികളും ഒക്കെ കേന്ദ്രീകരിച്ച് ഗവേഷണം നടത്തുന്നവര് ഉൽപ്പാദിപ്പിക്കുന്ന ഹിസ്റ്റോറിക്കൽ നോളജ് ഉണ്ട്, ചരിത്രപരമായ അറിവുണ്ട്. അതിന് പുറമേ തന്നെ ഒരു സമൂഹത്തിനൊരു ചരിത്രത്തെക്കുറിച്ചുള്ള ഒരു ധാരണയുണ്ട്, അവരുടെ കളക്റ്റീവായിട്ടുള്ള മെമ്മറിയുണ്ട്. നമ്മുടെ ഈ കളക്റ്റീവായിട്ടുള്ള ഒരു മോഡേൺ മലയാളിയുടെ കളക്റ്റീവായിട്ടുള്ള മെമ്മറിയിൽ ഒരിക്കലും ഈ സ്ലേവറി വരുന്നില്ല. ഒരു കളക്റ്റീവായിട്ടുള്ള നമ്മുടെ കൊളോണിയൽ പീരീഡിനെ കുറിച്ചുള്ള മെമ്മറി മുഴുവൻ സോഷ്യൽ റീഫോം മൂവ്മെന്റുകളെ കുറിച്ചുള്ള ഓർമ്മകളാണ്, കാസ്റ്റ് റീഫോം മൂവ്മെന്റ്സുകളെ കുറിച്ചുള്ള ഓർമ്മകളാണ് കൂടുതലും. റിനയസൻസ് എന്ന് പറയുന്ന, നവോത്ഥാനം എന്ന് പറയുന്ന ഒരു വലിയ കൺസെപ്റ്റിൽ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ കേരളത്തിന്റെ ഒരു ഭൂതകാലത്തെ കുറിച്ച് ചിന്തിക്കുക. ബട്ട് ഈ കാസ്റ്റ് സ്ലേവറിക്ക്, അഗ്രസ്റ്റിക് കാസ്റ്റ് സ്ലേവറിക്ക് ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള പ്രൂഫ് ഉണ്ട്. 9ാം നൂറ്റാണ്ടും തൊട്ട്
ഈ പ്രദേശത്ത് അഗ്രസ്റ്റിക് സ്ലേവറി ഉണ്ടായിരുന്നു. യൂറോപ്യൻ ട്രാവലേഴ്സ്, യൂറോപ്യൻ കാത്തലിക് മിഷണറീസ്, they recorded this institution of caste slavery in their writings. ചരിത്രപരമായിട്ട് സ്ലേവ് ട്രേഡ് വാസ് ഹിയർ. അടിമ കച്ചവടത്തെ കുറിച്ചുള്ള സ്ലേവ് ഡോക്യുമെന്റുകൾ ചരിത്രകാരന്മാര് വെളിപ്പെടുത്തിയിട്ടുണ്ട്. സ്ലേവ് ട്രേഡ് നടക്കുന്നുണ്ടായിരുന്നു. സ്ലേവുകൾ ഒരു സമൂഹത്തിന്റെ ഒരു ഭാഗമായിരുന്നു സ്ലേവറി. പക്ഷേ ചരിത്രപരമായിട്ട് ഇത്രയും തെളിവുകള് ട്രാവലേഴ്സും മിഷണറിമാരും ഒക്കെ കൊണ്ടുവന്നിട്ടും എന്തേ നമ്മുടെ ഹിസ്റ്റോറിക്കൽ കോൺഷ്യസ്നെസ്സിൽ ഇതില്ലാതെ പോകുന്നു എന്നുള്ളതാണ്. അപ്പോ the slavery that had existed from 9th century onwards in this part of the world, what was its moment of interface with modernity? ഈ സ്ലേവറി, ഈ അഗ്രസ്റ്റിക് കാസ്റ്റ് സ്ലേവറി ആധുനികതയുമായി മുഖാമുഖം വരുന്ന ആധുനിക ആശയങ്ങളുമായി, ആധുനിക സ്ഥാപനങ്ങളുമായി, ആധുനിക മനുഷ്യ ജീവിത രൂപങ്ങളുമായി ഈ അഗ്രസ്റ്റിക് സ്ലേവറി മുഖാമുഖം വരുന്ന മൊമെന്റ് ഏതാണ്? ഏത് ചരിത്ര സന്ദർഭമാണ്? ഏത് ചരിത്ര അനുഭവമാണ്? അതാണ് മോഡേണിറ്റി ഓഫ് സ്ലേവറി. മോഡേണിറ്റി ഓഫ് സ്ലേവറി ഈസ് ദാറ്റ് ഹിസ്റ്റോറിക്കൽ മൊമെന്റ് ഇൻ വിച്ച് അഗ്രസ്റ്റിക് സ്ലേവറി it enters a contact zone with modern ideas. What are these modern ideas? Ideas like equality, freedom, humanity. What are these modern practices? Modernity is a very dense concept. യൂറോപ്പിന്റെ ഒരു അനുഭവങ്ങളുമായി ബന്ധപ്പെടുത്തിയാണ് നമ്മൾ പലപ്പോഴും മോഡേണിറ്റിയെ കാണുക. ഒരു 18ാം നൂറ്റാണ്ടിന്റെ പകുതി തൊട്ട് യൂറോപ്പിൽ സംഭവിച്ച സാമ്പത്തികവും സാമൂഹികവും ഭൗതികവുമായ ഒരു വലിയ ട്രാൻസ്ഫോർമേഷനെയാണ് നമ്മൾ മോഡേണിറ്റി എന്ന് വിളിക്കുക. നമ്മുടെ മോഡേണിറ്റിയുടെ എക്സ്പീരിയൻസ് ഒരു ഓതന്റിക് എക്സ്പീരിയൻസ് അല്ല, ഒരു ആധികാരികമായ ഒരു എക്സ്പീരിയൻസ് അല്ല. പിന്നെയോ നമ്മുടെ ആധുനികതയുമായിട്ടുള്ള അനുഭവം എന്ന് പറയുന്നത് അത് അതീശ ആധുനികതയാണ്. ഓർ വി ക്യാൻ കോൾ ഇറ്റ് ആസ് കൊളോണിയൽ മോഡേണിറ്റി. അപ്പൊ ഈ കൊളോണിയൽ മോഡേണിറ്റിയുമായി അടിമകള് കാസ്റ്റ് സ്ലേവറി കോംപ്ലക്സ് അത് ആധുനികതയുമായി മുഖാമുഖം വരുന്ന ആ ചരിത്ര സന്ദർഭത്തെയാണ് മോഡേണിറ്റി ഓഫ് സ്ലേവറി എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഈ ജാതി അടിമകള് ആധുനികതയുമായിട്ട് ഒരു ഇന്റർഫേസ് ഉണ്ടാവുന്നത്? ഇവിടെയാണ് മിഷനറി ഇന്റർവെൻഷൻ വളരെ നിർണായകമാകുന്നത്. മിഷനറി ഇന്റർവെൻഷനിലൂടെയാണ് യൂറോപ്യൻ മിഷനറീസ് ഫ്രം യൂറോപ്പ്, ആംഗ്ലിക്കൻ മിഷനറീസ്, they came to India in the beginning of the 19th century. From the beginning of the 19th century, two important missions. One was Church Missionary Society and another one was London Missionary Society. These missions came to India, came to Kerala in the beginning of the 19th century, and LMS mission concentrated in the southern part of Travancore, and CMS mission concentrated in the central Travancore, and later Basel mission began to concentrate its operations in Malabar. The focus of this book is on LMS and CMS. Their work among slave castes from the middle of the 19th century to the
from the middle of the 20th century. To be precise, from 1850 to 1940. This is the moment of modernity of slavery. When slaves came into contact with missionary Christianity, Anglican missionary Christianity, modern ideas of freedom, equality, progress and development, it transformed the lives of the slaves, and now we are moving into the second part of the title. This modern moment of slavery, it sowed the seeds of social movements of subaltern communities which struggled for equality. ആധുനികതയുമായി അടിമകള് വിനിമയത്തിൽ ഏർപ്പെടുന്നത് 19ാം നൂറ്റാണ്ടിന്റെ മധ്യം തൊട്ട് 1940 വരെയുള്ള കാലഘട്ടത്തിലാണ്. അതവരുടെ ജീവിതത്തെ പരിപൂർണമായി മാറ്റുകയും കീഴാള വിഭാഗങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്ന സാമൂഹിക രണ്ട് തരത്തിലുള്ള പ്രസ്ഥാനങ്ങളാണ്. കേരളത്തിന്റെ ചരിത്രം നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും, രണ്ട് തരത്തിലുള്ള പ്രസ്ഥാനങ്ങളാണ് ഉയർന്നു വരുന്നത്. സാമൂഹിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, സാമൂഹിക മതപ്രസ്ഥാനങ്ങൾ, സോഷ്യോ റിലീജിയസ് മൂവ്മെന്റ്സ് ആൻഡ് സോഷ്യോ പൊളിറ്റിക്കൽ മൂവ്മെന്റ്സ്. ഈ മൂവ്മെന്റുകൾ 20ാം നൂറ്റാണ്ടിന്റെ തുടക്കം തൊട്ട് 1940 വരെ പ്രത്യേകിച്ച് തിരുവിതാംകൂറിൽ വളരെ സജീവമായിരുന്നു. ഈ മൂവ്മെന്റുകൾക്കുള്ള വിത്ത് പാകുന്നത് ഈ മിഷണറീസ് എൻഗേജ്മെന്റ് വിത്ത് slave caste and large scale conversion of slave caste into missionary Christianity. Mohan considers, the writer Sanal Mohan considers this also as a movement. ഇതിനെ ഒരു മൂവ്മെന്റ് ആയിട്ടാണ് സനൽ മോഹൻ കൺസെപ്ച്വലൈസ് ചെയ്യുന്നത്. നമ്മുടെ ഒരു പോപ്പുലർ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നമ്മൾ ഇതിനെ വിളിക്കുക മതപരിവർത്തനം എന്നാണ്. പക്ഷേ ശരിക്കും അത് മതപരിവർത്തനമല്ല, അത് മതാരോഹണമാണ്. കാരണം ഒരു മതത്തിന്റെയും ഭാഗമല്ലാതിരുന്ന അടിമജാതികളാണ്. അതുകൊണ്ട് യേശുദാസൻ, ടി എൻ യേശുദാസനെ പോലെയുള്ള ദളിത് സ്കോളേഴ്സ് ഈ മൂവ്മെന്റിനെ, അടിമജാതികൾ വലിയ തോതിൽ ആംഗ്ലിക്കൻ ചർച്ചുകളിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ആ മൂവ്മെന്റിനെ മതാരോഹണ പ്രസ്ഥാനങ്ങൾ എന്നാണ് വിളിക്കുക. നോക്കൂ, സോ ഇതാണ് ടൈറ്റിലിന്റെ രണ്ട് ഭാഗങ്ങൾ. മോഡേണിറ്റി ഓഫ് സ്ലേവറി, സ്ട്രഗിൾസ് അഗെയിൻസ്റ്റ് കാസ്റ്റ് ഇൻഇക്വാലിറ്റി ഇൻ കൊളോണിയൽ കേരള. ആൻഡ് ഇനിയുള്ള സമയത്ത് സനൽമോഹന്റെ വർക്കിന്റെ വളരെ ഡിസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ള ചില ഡയമെൻഷൻസ് ഒന്ന് ഓടിച്ച് പറയുകയും അതിനുശേഷം ബുക്കിന്റെ ചാപ്റ്ററുകളുടെ വളരെ ബ്രീഫ് ആയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ നൽകുകയും ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മോഹന്റെ ബുക്കിന്റെ ഏറ്റവും സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് നിലനിൽക്കുന്ന കേരളീയ ചരിത്ര വിജ്ഞാന ചട്ടക്കൂടുകളെ, ദ റെയിനിങ് പാരഡൈംസ് ഓഫ് ഹിസ്റ്റോറിയോഗ്രാഫി ഇൻ കേരള. കേരളത്തില് ചരിത്രം എഴുതുന്നതിന്, ചരിത്രം ഭൂതകാലത്തിന്റെ ഡിസ്ക്രിപ്ഷനാണ്. ഭൂതകാലത്തിലെ വസ്തുതകളെ കണ്ടെത്തുകയും അവയെ വെരിഫൈ ചെയ്യുകയും അവയെ ചില സൈദ്ധാന്തിക സമീക്ഷകൾക്കകത്ത് പ്രതിഷ്ഠിച്ച് വിശകലനം ചെയ്ത് ചില നിഗമനങ്ങളിൽ എത്തിച്ചേരുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് നമ്മൾ ചരിത്രം എന്ന് വിളിക്കുന്നത്. കേരള ചരിത്രത്തിൽ വളരെ സ്വാധീനമുള്ള
രണ്ട് ഹിസ്റ്റോറിയോഗ്രാഫിക് modes. Two modes of historiographies are, one is this nationalist historiography, ദേശീയ ചരിത്രരചന രീതി. നാഷണൽ മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് കേരളത്തിന്റെ ചരിത്രത്തെ സമൂഹ പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ ചരിത്രം അവയെ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി കോർത്തിണക്കുന്ന നാഷണലിസ്റ്റ് ഹിസ്റ്റോറിയോഗ്രാഫി. വാട്ട് ഈസ് ദ സോഴ്സ് മെറ്റീരിയൽ ഫോർ ദിസ് ഹിസ്റ്റോറിയോഗ്രാഫി? എന്താണ് അതിന്റെ തെളിവ് സാമഗ്രികൾ? റൈറ്റിംഗ്സ് ഓഫ് prominent leaders of national movement, documented records of the various sessions of the Congress, documents of the trials of the prominent leaders of the national movement, other colonial documents. This is nationalist historiographic framework. Another prominent historiographic framework is the Marxist historiographic framework. As far as Marxist historiographic framework is concerned, it acknowledges the existence of slavery in Kerala's feudal economy. കേരളത്തിന്റെ ഫ്യൂഡൽ കാർഷിക അഗ്രേറിയൻ സമ്പദ് വ്യവസ്ഥയിൽ അടിമകളുടെ അധ്വാനം ഉണ്ട് എന്ന് സമ്മതിക്കുന്നുണ്ട്. ബട്ട് മാർക്സിസ്റ്റ് വിശകലനത്തില് ഉൽപാദന ശക്തികളും ഉൽപാദന ബന്ധങ്ങളുമാണ് നിർണായകമായി വരുന്നത്. മാർക്സിസ്റ്റ് ഹിസ്റ്റോറിയോഗ്രാഫിയുടെ ഒരു അടിസ്ഥാനപരമായ മുൻധാരണ എന്ന് പറഞ്ഞാൽ മൂലധന വ്യവസ്ഥ, ക്യാപിറ്റലിസത്തിന്റെ വളർച്ചയ്ക്ക് ഫ്രീ വേജ് ലേബർ, കൂലിവേല ചെയ്യുന്ന തൊഴിലാളികൾ ഒരു അനിവാര്യമായ കണ്ടീഷനാണ് എന്നാണ് മാർക്സിയൻ ഹിസ്റ്റോറിയോഗ്രാഫിയുടെ ഒരു മുൻധാരണ. പക്ഷെ ലോകമെമ്പാടുമുള്ള ചരിത്ര അനുഭവങ്ങൾ ഈ മുൻധാരണ ശരിയല്ല എന്നാണ് കാണിക്കുന്നത്. യൂറോപ്പില് മുതലാളിത്തം വൻ വളർച്ച നേടിയത് അടിമ വ്യാപാരത്തിന്റെയും അടിമ സമ്പദ് വ്യവസ്ഥയുടെയും കാലത്താണ്. കേരളത്തിന്റെ ചരിത്ര വിശകലനത്തിലും മാർക്സിസ്റ്റ് രീതിശാസ്ത്രം ഈ സങ്കീർണതയെ മനസ്സിലാക്കുന്നില്ല. കാർഷിക അടിമകളെ ഫ്രീ വേജ് ലേബറിന്റെ ഒരു മുൻകാല രൂപമായിട്ടാണ്, സ്വതന്ത്ര കൂലിവേല തൊഴിലാളികൾ എന്നുള്ള രീതിയിലേക്ക് വളരുന്നതിന് മുമ്പുള്ള ഒരു രൂപമായിട്ടാണ് മാർക്സിസ്റ്റ് ഹിസ്റ്റോറിയോഗ്രാഫി കാണുന്നത്. ഫലത്തിൽ സംഭവിക്കുന്നത് ഈ രണ്ട് ചരിത്ര രചനാ സമ്പ്രദായങ്ങളിലും സ്ലേവറി ഉണ്ട് എന്നുള്ളത് അംഗീകരിക്കപ്പെടുന്നുണ്ട്. ബട്ട് കാസ്റ്റ് സ്ലേവറി കോംപ്ലക്സ്, ജാതി അടിമകളുടെ സമൂഹത്തിലെ അടിച്ചമർത്തലിന്റെയും ചൂഷണത്തിന്റെയും പ്രധാന കാരണം ജാതി വ്യവസ്ഥയാണ്. ഈ ജാതി വ്യവസ്ഥയുമായുള്ള ഈ ജാതിയുടെ ആശയാവലിയാണ്, ഈ ജാതിയുടെ ഐഡിയോളജിയാണ് ഭൂമിയിൽ പണിയെടുക്കുന്ന ആളുകളെ ഭൂമിയിൽ നിന്ന് പുറത്താക്കുന്നത്. The caste slavery complex is rooted in the caste ideology of Hinduism. ഹിന്ദുയിസത്തിലെ ഈ കാസ്റ്റ് ഐഡിയോളജി പരമ്പരാഗത ക്രിസ്ത്യൻ മതവിശ്വാസികളിലേക്കും വലിയ രീതിയിൽ പടർന്നിട്ടുണ്ട് ഈ കാലഘട്ടത്തില്. അപ്പോ ഈ ജാതിയും
അടിച്ചമർത്തലും കാർഷിക അടിമകളുടെ ചൂഷണവും തമ്മിലുള്ള ബന്ധത്തെ അത്ര കാര്യമായി മാർക്സിസ്റ്റ് ഹിസ്റ്റോറിയോഗ്രാഫി പരിഗണിക്കുന്നില്ല. നാഷണലിസ്റ്റ് ഹിസ്റ്റോറിയോഗ്രാഫി ആവട്ടെ എല്ലാ സാമൂഹിക മൂവ്മെന്റുകളും എല്ലാ സാമൂഹിക പ്രസ്ഥാനങ്ങളെയും വിലയിരുത്തുന്നത് അത് ദേശീയ പ്രസ്ഥാനവുമായിട്ട് എന്ത് തരത്തിലുള്ള ബന്ധമാണ് അതിനുണ്ടായത്, അതൊരു ദേശീയ പ്രസ്ഥാനത്തിന്റെ ട്രിബ്യൂട്ടറി ആയിരുന്നോ, ഒരു പോഷക പ്രസ്ഥാനമായിരുന്നോ എന്നുള്ള രീതിയിലാണ് അതിനെ കാണുന്നത്. ഈ രണ്ട് ഫ്രെയിം വർക്കുകൾക്കകത്തും അടിമകളുടെ സാമൂഹിക ജീവിതത്തെക്കുറിച്ചോ അവരുടെ വൈകാരിക ജീവിതത്തെക്കുറിച്ചോ അവരുടെ കോൺഷ്യസ്നെസ്സിനെ കുറിച്ചോ ഉള്ള വ്യവഹാരങ്ങൾ പ്രത്യക്ഷപ്പെടില്ല. അടിമകളുടെ എണ്ണം ഉണ്ടാവും, അടിമ കച്ചവടം നടന്നു എന്നുള്ള വിവരങ്ങൾ ഉണ്ടാവും. പക്ഷേ അടിമകളുടെ സാമൂഹിക വൈകാരിക ദൈനംദിന ജീവിതത്തെക്കുറിച്ച് അവരുടെ ബോധ മണ്ഡലത്തെക്കുറിച്ച് അവരുടെ പ്രതീക്ഷകളെ കുറിച്ച് ഇത്തരം നരേറ്റീവുകളിൽ ഉണ്ടാവില്ല. ഇവിടെയാണ് സനൽ മോഹന്റെ വർക്ക് വലിയ രീതിയിൽ ഒരു മാറ്റം കൊണ്ടുവരുന്നത്. അദ്ദേഹം നിലനിൽക്കുന്ന ഈ രണ്ട് ചരിത്ര രചനാ പദ്ധതികളുടെയും ഒരു ബദൽ എന്നുള്ള രീതിയിൽ ഒരു ഓൾട്ടർനേറ്റീവ് ഹിസ്റ്ററിയാണ് അദ്ദേഹം തന്റെ ബുക്കിലൂടെ അവതരിപ്പിക്കുന്നത്. നമ്മൾ നേരത്തെ ജാതി അടിമകളും മിഷണറി ക്രിസ്ത്യാനിറ്റിയുമായിട്ടുള്ള ആ എൻഗേജ്മെന്റിന്റെ മൊമെന്റ് പറഞ്ഞു. ഈ എൻഗേജ്മെന്റുമായി ബന്ധപ്പെട്ട് പ്രബലമായ പൊതുധാരണ എന്തെന്നാല് യൂറോപ്പിൽ നിന്ന് വരുന്ന മിഷണറിമാര് they had an emancipatory agenda. അടിമകളെ വിമോചിതരാക്കാനുള്ള ഒരു എമാൻസിപ്പേറ്ററി അജണ്ടയും അവർക്കുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് അവർ അടിമകളിലേക്ക് പ്രവർത്തിക്കാൻ പോയി എന്നുള്ളതാണ് ഒരു പൊതുധാരണ. പക്ഷേ ആ പൊതുധാരണയെയും സനൽ മോഹന്റെ വർക്ക് ചലഞ്ച് ചെയ്യുന്നു എന്നുള്ളതാണ്. മോഹൻ കൃത്യമായ തെളിവ് സാമഗ്രികളുടെ അടിസ്ഥാനത്തിൽ തെളിയിക്കുന്നത് മിഷണറിമാര് അടിമജാതികൾക്കിടയിൽ പ്രവർത്തിക്കാൻ ഇറങ്ങി പുറപ്പെടുന്നത് സ്ലേവുകളുടെ സമ്മർദ്ദത്തിന്റെ ഫലമായിട്ടാണ്. മോഹൻ 3 പ്രധാനപ്പെട്ട ഇൻഡിവിജ്വൽ കേസുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒന്ന്, 19-ാം നൂറ്റാണ്ടിന് തുടക്കത്തില് ആദ്യമായി LMS മിഷനിലേക്ക്, ഏതെങ്കിലും ഒരു ആംഗ്ലിക്കൽ മിഷനിലേക്ക് ആദ്യമായി മതം മാറുന്ന ആളുടെ പേര് വേദമാണിക്യൻ എന്നാണ്. അദ്ദേഹം ഫ്രാൻസിസ് തോബിയാസ് റിംഗുൽറ്റൽബെ എന്ന് പറയുന്ന മിഷണറിയെ പെർസ്വേഡ് ചെയ്താണ് അടിമകൾക്കിടയിൽ പ്രവർത്തിക്കാൻ കൊണ്ടുവരുന്നത്. സെൻട്രൽ കേരളയിൽ ആദ്യമായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ആള് ദൈവത്താൻ. അദ്ദേഹം ഹി വാസ് റീക്രിസ്ചൻഡ് ആസ് അബേൽ പിതാവ് എന്ന് പറയുന്ന ആള്. അദ്ദേഹം ഈ അടിമയും അപ്പോ ഈ മിഷണറി ക്രിസ്ത്യാനിറ്റിയുമായിട്ടുള്ള എൻഗേജ്മെന്റിലെ ഫസ്റ്റ് മൂവേഴ്സ് ഈ അടിമജാതികൾ തന്നെയാണ്. പരമ്പരാഗത ചരിത്ര രചനാ സമ്പ്രദായങ്ങൾക്ക്, അത് നാഷണലിസ്റ്റ് ഹിസ്റ്റോറിയോഗ്രാഫി ആയാലും മാർക്സിയൻ ഹിസ്റ്റോറിയോഗ്രാഫി ആയാലും, ഇതിനെതിരെ ഉയർന്നു വരുന്ന ചരിത്ര രചനാ പ്രവണതയായ കീഴാള ചരിത്ര രചനാ പദ്ധതി 1980 ഈ സബോൾട്ടൺ ഹിസ്റ്റോറിയോഗ്രാഫി എന്ന് പറയുന്ന ഒരു ചരിത്ര രചനാ സമ്പ്രദായം വരുന്നത്. ഈ സബോൾട്ടൺ ഹിസ്റ്റോറിയോഗ്രാഫിക്ക് പോലും ഈ അടിമജാതികളുടെ നിർവാഹകത്വം, അവരുടെ കർമ്മശേഷിയെ റെക്കഗ്നൈസ് ചെയ്യാൻ കഴിയുന്നില്ല. അതിനെയാണ് മോഹൻ അദ്ദേഹത്തിന്റെ വർക്കിലൂടെ ഫോർഗ്രൗണ്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഒരു ചരിത്രകാരന് തന്റെ വാദങ്ങള് വെറുതെ അവതരിപ്പിക്കാൻ കഴിയില്ല. ഇദ്ദേഹം ഒരു പ്രൊഫഷണൽ പ്രാക്ടീഷണർ ഓഫ് ഹിസ്റ്ററിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ തെളിവ് സാമഗ്രികള് വളരെ സബ്സ്റ്റാൻഷ്യൽ ആണ്. അപ്പൊ മോഹന്റെ വർക്കിന്റെ പ്രസക്തമായ വേറൊരു തലം അതാണ്. അടിമകളുടെ ഏജൻസി, അവരുടെ നിർവാഹക ശേഷിയാണ് മോഹന്റെ ബുക്ക് ഫോർഗ്രൗണ്ട് ചെയ്യുന്നത് എന്നുള്ളത്. മൂന്നാമത്, എങ്ങനെയാണ് ഹൗ ക്യാൻ യു റീകൺസ്ട്രക്ട് ദ
history of slavery in Kerala? How can you reconstruct the social life of social, emotional, everyday life of slaves in Kerala? എന്താണ് അവരുടെ കോൺഷ്യസ്നെസ്സിനെ നിങ്ങൾക്ക് തൊടണമെങ്കിൽ, അവരുടെ സെൽഫിനെ, അവരുടെ സ്വത്വത്തെ നിങ്ങൾക്ക് തൊടണമെങ്കിൽ നിങ്ങൾക്ക് എന്ത്, വാട്ട് സോഴ്സ് മെറ്റീരിയൽ ക്യാൻ യു ഡിപ്പെൻഡ് അപ്പോൺ? എന്ത് സോഴ്സ് മെറ്റീരിയലിനെയാണ് നിങ്ങൾക്ക് ആശ്രയിക്കാൻ കഴിയുക? ഈ സോഴ്സ് മെറ്റീരിയലിനെ തെരഞ്ഞെടുക്കുന്ന കാര്യത്തിലും വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള, ഐ എം ഗോയിങ് ടു ടോക്ക് അബൌട്ട് the unique methodology of Mohan's work. There are 2 or 3 crucial dimensions which make his methodology unique and distinct. One is the selection of source material. Mohan, what is the source material of Mohan? Mohan's source material is missionary archives. 19ാം നൂറ്റാണ്ടിന്റെ മധ്യ കാലഘട്ടം തൊട്ടാണ് കേരളത്തിൽ നിലനിന്നിരുന്ന സ്ലേവറി പുറലോകം അറിഞ്ഞു തുടങ്ങുന്നത്. അത് ഈ മിഷണറി റൈറ്റിംഗിലൂടെയാണ്. മിഷണറീസ് were excellent ethnographers. They were well versed in writing the culture, the social, individual life of the slaves. സ്ലേവുകളുമായിട്ട് അവർ ലോങ് കോൺവെർസേഷനിൽ ഏർപ്പെടുന്നുണ്ട്. സ്ലേവുകളുടെ ഡയറക്റ്റ് ടെസ്റ്റിമണികൾ മിഷണറി ജേർണലുകളിൽ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. മിഷണറിമാർ അവർ കാണുന്ന അനുഭവങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. വൺ ഇൻട്രസ്റ്റിംഗ് ഇൻസിഡന്റ് ഈസ് എ മിഷണറി Ringdale. He was the secretary of CMS in Madras. He came to Travancore as part of his mission activity. In Travancore, he saw slave castes, അടിമകള് മൃഗങ്ങൾക്കൊപ്പം, കന്നുകാലികൾക്കൊപ്പം അടിമകളെയും കൂടി ചേർത്ത് ഉഴുന്ന കാഴ്ച അദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ട് അദ്ദേഹത്തിന്റെ റൈറ്റിംഗിൽ. സാമുവൽ മട്ടീർ എന്ന് പറയുന്ന വേറൊരു മിഷണറി പറയുന്നത്, missionaries began a comparison. They started comparing the Atlantic slavery and slavery that existed in Kerala at that time. കേരളത്തിൽ ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന സ്ലേവറിയും അറ്റ്ലാന്റിക് സ്ലേവറിയും തമ്മിലുള്ള ഒരു കമ്പാരിസൺ അവർ അറ്റംപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിലെ സ്ലേവ് ഒരു അറ്റ്ലാന്റിക് സ്ലേവിനെ ആയിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ഈ കേരളത്തിലെ സ്ലേവ് കൂടുതൽ ഒപ്രസ്ഡും കൂടുതൽ ഡീഹ്യൂമനൈസ്ഡുമാണ്. കാരണം എന്താന്ന് വെച്ചാൽ in the context of Atlantic slavery, the master and slave, they share the same social space. Due to caste system in Kerala, the slaves are not allowed to go near the master. The slave cannot share a social space with the master. Sacred spaces, ആചാരം ഒക്കെ, അനുഷ്ഠാന ആചാരങ്ങൾക്കൊക്കെ സ്ലേവ് മാസ്റ്റർ ഒരുമിച്ചാണ് അറ്റ്ലാന്റിക് കോണ്ടെക്സ്റ്റിൽ. പക്ഷെ ഇവിടെ അതുപോലുമല്ല, ടോട്ടലി ഡിഫറെന്റ് ഫോംസ് ഓഫ് വേർഷിപ്പ് ആണ് ഫോളോ ചെയ്യുന്നത്. അപ്പോ ഇവിടെ നിലനിന്നിരുന്ന സ്ലേവറി കുറെ കൂടി ഇൻഹ്യൂമൻ ആണെന്നുള്ളതാണ് സാമുവൽ മട്ടീറിന്റെ വാദം. The point I am making, I was talking about the sources Mohan decided to rely upon to construct a historical narrative about slavery in Kerala. Missionary writings. When a historian, when an internationally acclaimed historian like Sanal Mohan considers a source material, he will not compromise his intellectual rigor. ഈ സ്ലേവറി മിഷണറി
slave interaction. There is a power asymmetry there. അധികാര ബന്ധത്തിൽ വലിയ വ്യത്യാസമുണ്ട്. നമ്മുടെ മിഷണറി ഒരു കൊളോണിയലിസ്റ്റ് ആണ്, ഒരു കൊളോണിയലിസ്റ്റ് വ്യൂ പോയിന്റ് ഉള്ള ഒരു കൊളോണിയൽ ഗവൺമെന്റുമായിട്ട് വളരെ അടുപ്പമുള്ള കൊളോണിയൽ ഗവൺമെന്റ് അക്കാലത്ത് നയരൂപീകരണത്തിലൊക്കെ നിർണായകമായി മിഷണറികളുടെ അഭിപ്രായത്തെ ആരാഞ്ഞിരുന്നു. അപ്പോ വളരെ സ്വാധീനമുള്ള ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരാളാണ്. പക്ഷെ സ്ലേവ് അങ്ങനെയല്ല. അപ്പോ ഇവർ തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ അകത്ത് രൂപപ്പെടുന്ന ഒരു വിവരം, അതിന്റെ പൊളിറ്റിക്സ്, the politics of that knowledge which is created there. Mohan is very much conscious about the politics of knowledge involved there. മിഷണറി റൈറ്റിംഗ്സ് ആണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു സോഴ്സ് മെറ്റീരിയൽ. മോഹൻ ചരിത്ര രചനയ്ക്ക് ഉപയോഗിക്കുന്ന മെത്തഡോളജി ഹിസ്റ്റോറിക്കൽ ആന്ത്രപ്പോളജി എന്നുള്ളതാണ്. ഹിസ്റ്റോറിക്കൽ ആന്ത്രപ്പോളജി കമ്പൈൻസ് ആർക്കൈവ്സ്, പുരാവസ്തു ശേഖരം. ഇവിടെ പുരാവസ്തു അല്ലെങ്കിൽ ആർക്കൈവൽ ഡോക്യുമെന്റ്സ്. ഹിയർ ആർക്കൈവൽ ഡോക്യുമെന്റ്സ് മീൻസ് it does not end with missionary documents. Missionary documents, they are read against the grain. Reading against the grain means ഈ മിഷണറി വ്യവഹാരങ്ങളെ അത് ഏത് കോണ്ടെക്സ്റ്റിലാണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് എന്നുള്ള കാര്യം പരിഗണിച്ചുകൊണ്ടാണ് അവയെ വായിക്കുന്നത്. അവയുടെ പരിമിതി എന്താണ് എന്നുള്ളത് വിലയിരുത്തിക്കൊണ്ടാണ് ആ വ്യവഹാരങ്ങളെ വിലയിരുത്തുന്നത്. ഇതാണ് റീഡിങ് അഗെയിൻസ്റ്റ് ദ ഗ്രെയിൻ എന്ന് പറയുന്നത്. ഒരു ചരിത്രകാരൻ അയാളുടെ സോഴ്സ് മെറ്റീരിയൽസിനെ he should read against the grain. മിഷണറി ഡോക്യുമെന്റുകള്, സെർമൺസ്, പ്രൈമേഴ്സ്, പ്രേയേഴ്സ്, പ്രേയർ ബുക്സ്, ഇങ്ങനെ മിഷണറി ക്രിസ്ത്യാനിറ്റിയുമായി ബന്ധപ്പെട്ട അടിമജാതികളുടെ എൻഗേജ്മെന്റുമായി ബന്ധപ്പെട്ട പല തരത്തിലുള്ള ഹിസ്റ്റോറിക്കൽ ഡോക്യുമെന്റ്. പക്ഷേ മോഹൻ ആ സമയത്തുള്ള ലിറ്റററി വർക്കുകൾ ഒന്നും തന്നെ ബോധപൂർവം പരിഗണിക്കുന്നില്ല. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ അദ്ദേഹം ചെയ്യുന്നതെന്ന് ചോദിച്ചാല്, അക്കാലത്തെ നോവലുകളായാലും മറ്റു തരത്തിലുള്ള ഓട്ടോബയോഗ്രഫികളായാലും ഒക്കെ അത് എഴുതിയ ആളിന്റെ ഒരു സബ്ജക്റ്റ് പൊസിഷൻ, അദ്ദേഹത്തിന്റെ ഒരു സാമൂഹികമായ നില വളരെ നിർണായകമാണ്. അതിനകത്ത് നിന്ന് അടിമജാതികളുടെ കോൺഷ്യസ്നെസ്സിനെ കുറിച്ച്, അവരുടെ സബ്ജക്റ്റിവിറ്റിയെ കുറിച്ചുള്ള ഒന്നും കിട്ടാൻ പോകുന്നില്ല എന്ന് അദ്ദേഹത്തിന് അറിയാം. അത് കിട്ടണമെങ്കിൽ, അവരുടെ സാമൂഹിക ജീവിതത്തെ തൊടണമെങ്കിൽ, അവരുടെ വൈകാരിക ജീവിതത്തെ തൊടണമെങ്കിൽ മിഷണറി വ്യവഹാരങ്ങളും മിഷണറി ക്രിസ്ത്യാനിറ്റിയുമായിട്ടുള്ള അവരുടെ കൊടുക്കൽ വാങ്ങലിന്റെ വിവിധ രേഖകളുമാണ് പരിശോധിക്കേണ്ടത് എന്ന് മോഹൻ തിരിച്ചറിയുന്ന ആ തിരിച്ചറിവിനെയാണ് നമ്മൾ മെത്തഡോളജി എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് എൻ ഇൻസൈറ്റ്, ഇറ്റ് ഈസ് എ പൊളിറ്റിക്കൽ കമ്മിറ്റ്മെന്റ് ആക്ച്വലി. സോ ഐ എം ഗോയിങ് ടു സ്റ്റോപ്പ്. ഇപ്പൊ തന്നെ ടൈം എക്സീഡ് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഐ വിൽ സ്റ്റോപ്പ് ആഫ്റ്റർ pronouncing some more things about Mohan's methodology. He combines archival research and field work. Mohan, the first chapter of Mohan, I will ഇതിനിടെ തന്നെ ഞാൻ ഈ ചാപ്റ്ററുകളുടെ ഒരു പ്രധാനപ്പെട്ട ചാപ്റ്ററുകളുടെ ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ കൂടി തരാം. The first chapter, Mohan situates the experience of the engagement of slaves with missionary Christianity in the 19th century Travancore. The modernity of slavery is situated in the colonial Travancore. Situating socially means
most importantly, describing the economic scenario, state of productive forces and relations of production. In this chapter, Mohan also discusses about popular conceptions about missionary interventions among slave castes. സാധാരണ ആളുകൾ പറയുന്നത് മിഷണറിമാര് ഇടപെട്ടത് അക്കാലത്ത് തിരുവിതാംകൂറിലെ ഒരു വലിയ വ്യവഹാരമായിരുന്നു ഈ മിഷണറിമാർ ഈ സ്ലേവുകൾക്കിടയിലൊക്കെ പ്രവർത്തിക്കുന്നത്. They advocated abolition of slavery. Slavery was legally abolished in Travancore in 1855. ഈ സ്ലേവറി അബോളിഷൻ നടക്കുന്നത് മിഷണറിമാരുടെ വലിയ രീതിയിലുള്ള ഇടപെടൽ കൊണ്ടാണ്. അപ്പം വിമർശനം എന്തായിരുന്നു എന്ന് വെച്ചാല് the capitalism was in a nascent stage in Travancore at that time. Capitalism required free wage labor. So missionaries were actually they were advocating abolition of slavery to make free wage labor available for capitalist enterprises. Western capital was entering Travancore in a big way at that time. Through plantations and all sort of commodity trade like pepper, coffee, tea. In that moment, Travancore became integrated with the global commodity chain. Mohan situates the slave caste engagement with missionary Christianity in this socio-economic milieu. In the second chapter, he explores the missionary discourses about slavery. Missionaries ആണ് slavery, ഇവിടുത്തെ സ്ലേവറിക്ക് ഒരു ടെക്സ്റ്റുവൽ റെപ്രസെന്റേഷൻ കൊടുക്കുന്നത്. Most importantly, they constructed the category of the suffering slave. യാതനകൾ അനുഭവിക്കുന്ന സ്ലേവ് ശരീരം എന്നുള്ള കാറ്റഗറി അവതരിപ്പിക്കുന്ന മിഷണറിമാരാണ്. അതിനു മുമ്പ് the body of the slave was a site of pollution and impurity. When missionaries came, they constructed the category of the suffering slave the slave who gets sanitized by suffering to get salvation in missionary Christianity. The category of the suffering slave was constructed by the missionaries. But Mohan also probes the limits of the missionary discourse. മിഷണറി വ്യവഹാരങ്ങളുടെ പരിമിതിയെയും മോഹൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ മിഷണറിമാര് സ്ലേവറി നിരോധനത്തിന് വേണ്ടി പരിശ്രമിച്ചു. പക്ഷെ സ്ലേവറി നിരോധിക്കപ്പെട്ടെങ്കിലും സ്ലേവറിയുടെ മൂലകാരണമായ ജാതി വ്യവസ്ഥ അഡ്രസ് ചെയ്യപ്പെടുന്നില്ല. സോ വാട്ട് ഹാപ്പൻസ്? 1850 ശേഷവും നിയമപരമായ സ്ലേവുകൾ അല്ലെങ്കിലും 20ാം നൂറ്റാണ്ടിന്റെ ആദ്യ 3 ദശകങ്ങൾ വരെയെങ്കിലും ഈ സ്ലേവുകള് they remained as attached laborers. മിഷണറി ക്രിസ്ത്യാനിറ്റിയുമായിട്ടുള്ള എൻഗേജ്മെന്റിന്റെ ഭാഗമായിട്ട് തുല്യതയുടെ ആശയം പരിചയപ്പെടുന്ന സ്ലേവുകള് ഭൂമിയുടെ ഉടമസ്ഥതയ്ക്ക് വേണ്ടി വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട്. മിഷണറീസ് ഡിസ്ക്രൈബ്ഡ് ദിസ് ആസ് ദ ഹങ്കർ ഫോർ ലാൻഡ്. പക്ഷെ അത് സാധ്യമാവുന്നില്ല. കാരണം ജാതി വ്യവസ്ഥയിൽ അത് സാധ്യമല്ല. ലാൻഡ് ഓണർഷിപ്പ്, the connection between land
and ownership, the caste, the position in the caste hierarchy and ownership of land is, it is durable. ഇത് വളരെ ഡ്യൂറബിൾ ആയിട്ട് നിൽക്കുന്ന ഒരു ബന്ധമാണ്. മൂന്നാമത്തെ ചാപ്റ്ററിൽ മോഹൻ ട്രാക്ക് ചെയ്യുന്നത് the struggles of the subaltern groups for access to resources, access to all types of resources, economic resources like land, cultural resources like education, symbolic resources like the right to be presented as socially presentable bodies. ഭൗതികവും സാംസ്കാരികവും ചിഹ്നപരവുമായിട്ടുള്ള റിസോഴ്സുകൾക്ക് വേണ്ടി നടത്തുന്ന കീഴാള മുന്നേറ്റങ്ങളെയാണ് മോഹൻ മൂന്നാമത്തെ ചാപ്റ്ററിൽ ട്രാക്ക് ചെയ്യുന്നത്. ആൻഡ് ഹീസ് ഫോക്കസിങ് ഓൺ the mobilizations, the social two or three important social movements. One is Sadhujana Parivalana Sangham. Ayyangali, he was the leader, undisputed leader of Sadhujana Parivalana Sangham. Another one was a movement of Parayas, led by Kantan Kumaran. Another one was a movement named Chairamar Mahajana Sabha. These movements, they struggled for resources, they struggled for land. Ayyangali became a member of the Srimulam Praja Assembly in 1912. He rode the bullock cart through the public roads of Travancore in 1908. Ayyangalide പ്രസിദ്ധമായ വില്ലുവണ്ടി യാത്ര. 1912 അദ്ദേഹം ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായി. അതിനുശേഷമുള്ള അദ്ദേഹത്തിന്റെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ സ്പീച്ചുകളാണ് മോഹൻ സോഴ്സ് മെറ്റീരിയൽ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഹിസ് ഡിമാൻഡ്സ്, the primary demand is for cultivable land. അതുപോലെ തന്നെയാണ് കണ്ടൻകുമാരന്റെ പ്രസംഗങ്ങൾ, പാമ്പാടി ജോൺ ജോസഫിന്റെ പ്രസംഗങ്ങൾ. ലാൻഡിന് വേണ്ടിയിട്ടുള്ള ഡിമാൻഡാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഡിമാൻഡ്, കൾട്ടിവബിൾ ലാൻഡിന് വേണ്ടിയിട്ടുള്ള ഡിമാൻഡ്. അതിനൊപ്പം തന്നെ ഗവൺമെന്റ് എംപ്ലോയ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഡിമാൻഡുകൾ. 1907 ട്രാവൻകൂറില് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എല്ലാവർക്കും വേണ്ടി തുറന്നു കൊടുത്തെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കുള്ള പ്രവേശനത്തിന് വേണ്ടി വലിയ സമരങ്ങളാണ് നടക്കുന്നത്. വിദ്യാഭ്യാസ പ്രവേശനത്തിന് വേണ്ടിയിട്ട്, പുലയരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കുള്ള പ്രവേശനത്തിന് വേണ്ടിയിട്ട് അയ്യങ്കാളി he launched a strike of agricultural laborers in 1912. And the third chapter of Mohan's book, it is focusing on this movement for equality, access for land, access for education, access for symbolic resources. And ഈ ഡിമാൻഡുകളൊന്നും അംഗീകരിക്കപ്പെടുന്നില്ല. ഈ ഡിമാൻഡുകൾ വലിയ എതിർപ്പാണ് അപ്പർ കാസ്റ്റിൽ നിന്നുണ്ടാകുന്നത്. സോ മോഹൻ ട്രാക്സ് ദാറ്റ് കണ്ടസ്റ്റഡ് ഡൊമൈൻ. One important thing I have to affirm is, earlier I said Mohan understood the limitations of missionary discourses. Missionaries did not understand the intimate relationship between caste ideology and enslaved status of lower caste. They didn't understand it. As a corollary, it was not possible for the slaves to become peasants. You can see this connection between caste and ownership of land in Kerala.
I will give you the latest document. You can go to the website of the Planning Board of Kerala, and you check among which social groups land ownership and homelessness is most prevalent and rampant. Then how can you say ഇത്രയും തെളിവുകൾ നിരന്തരം കൊടുത്താലും ആൾക്കാർ പിന്നെയും നമ്മളോട് ചോദിക്കും? ഇത്തരം ചരിത്രപരമായ അനീതികൾ കൊണ്ടാണ് ഇന്നും ആ മാർജിനൽ സ്റ്റാറ്റസിൽ നിൽക്കുന്നത്. ഈ കണക്ഷൻ എത്ര തെളിവ് സാമഗ്രികളും എത്ര സൈദ്ധാന്തികമായും വിശകലനം ചെയ്ത് കൊടുത്താലും പിന്നെയും ചോദ്യം പഴയതായിരിക്കും. അപ്പൊ നമുക്ക് വേണ്ടത് സാമ്പത്തിക സംവരണം അല്ലേ? സമ്പത്ത് നോക്കിയല്ലേ സംവരണം കൊടുക്കേണ്ടത്, അല്ലാതെ ജാതി നോക്കി കൊടുക്കുന്നത് ശരിയാണോ? ഇതെന്തുകൊണ്ടാണ് ഈ ചോദ്യം വീണ്ടും ചോദിക്കുന്നതെന്ന് ഇപ്പൊ കാസ്റ്റ് സ്റ്റഡീസിലൊക്കെ ഏർപ്പെടുന്ന സ്കോളേഴ്സ് അത്തരം ചോദ്യങ്ങളെ അവഗണിക്കാറാണ് പതിവ്. ഇപ്പൊ ചർച്ചയിലൊക്കെ അത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ അവർ ജസ്റ്റ് ഇഗ്നോർ ഇറ്റ്, ബിക്കോസ് എത്ര വലിയ തെളിവുകൾ അതിന് കൊടുത്താലും പീപ്പിൾ വിൽ അഗെയിൻ ആസ്ക് ദാറ്റ് ക്വസ്റ്റ്യൻ. സോ ഇവിടെയാണ് ഈ മിഷണറി ഡിസ്കോഴ്സിന്റെ പരിധിയിൽ നമുക്കിന്ന് കേരളത്തിന്റെ സാമ്പത്തിക സാഹചര്യങ്ങളിലേക്കുള്ള ചില ലീഡുകൾ നമുക്ക് കിട്ടും. ആൻഡ് the last 3 chapters of Mohan's book is based on a social movement, Pratyaksha Raksha Deva Sabha, PRDS. PRDS was launched in 1909 by a prophet, Poigail Yohanan. He was born to slave parents. Then he came out of CMS Church. He joined Marthamai Church. Then he joined Brethren Church. And later he established an independent religion. And that religion was actually a hybrid of Christian practices and slave caste experiences. From the slave caste experiences, this movement developed a liberative idea of history, and this movement used the historical experience of slavery, the rememory of the historical experience of the slavery, to create a community. യോഹന്നാന്റെ മതം ക്രിസ്ത്യൻ പ്രാക്ടീസുകളുടെയും സ്ലേവ് കാസ്റ്റ് എവരിഡേ ലൈഫിന്റെയും ഒരു കോമ്പിനേഷൻ ആയിരുന്നു. ചരിത്രത്തെക്കുറിച്ചുള്ള ഒരു പുതിയ കാഴ്ചപ്പാട്. അതുകൊണ്ടാണ് സനൽ മോഹൻ ഈസ് ഡീലിംഗ് വിത്ത് പൊയ്ഗേൽ യോഹന്നാൻസ് മൂവ്മെന്റ്, ബിക്കോസ് ദിസ് ഈസ് ദ ഓൺലി സോഷ്യൽ മൂവ്മെന്റ് which problematized the notion of history. The question Poigail Yohanan asks is very relevant. He asks, what is the history of communities who have no documented histories? ചരിത്രം രേഖപ്പെടുത്താത്ത സമുദായങ്ങളുടെ ചരിത്രം എന്താണ്? How can they reinvent a history to constitute a community? ഒരു സമുദായത്തെ രൂപീകരിക്കാൻ അവർക്ക് എങ്ങനെയാണ് ഒരു ചരിത്രത്തെ വീണ്ടെടുക്കാൻ കഴിയുക? So the last 2 chapters of the book deal with the intimate connection between memory and experience in producing historical knowledge. The 4th chapter is dealing with that, and the 5th chapter is focusing on Poigail Johannan's alternative conception of history, which challenges the dominant paradigms of history writing. I am sorry I have taken more time, but ഞാൻ ഈ ബുക്ക് തിരഞ്ഞെടുത്തതിൽ ഇറ്റ്സ് എ ഡെൻ സ്കോളർലി വർക്ക്, ഡിഫറെന്റ് സ്ട്രാൻഡ്സ് ഓഫ് തിങ്കിങ് ആൻഡ് ആർഗ്യുമെന്റ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് പിന്നെ എൻ്റെ ഒരു ആർട്ടിക്കുലേഷനിലുള്ള പരിമിതി ഒക്കെ കൊണ്ടാണ് സംഭവിച്ചത്. ഐ എം എക്സ്ട്രീംലി സോറി ഫോർ ഇറ്റ്. സാധാരണ ഞാൻ ഒരു പറഞ്ഞ സമയത്തിന് വളരെ കുറച്ച് സമയത്ത് തീർക്കുന്ന ഒരാളാണ്. നിങ്ങൾ എന്നോട് ദയവായിട്ട് ക്ഷമിക്കണം, അനന്തൻ പ്രത്യേകിച്ചും. ഓക്കെ, താങ്ക് യു. താങ്ക് യു സാർ. സാറിനോട് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കണം എന്നുണ്ടെങ്കിൽ ആവാം.
ആരും ഇല്ലേ? ആരും ഇല്ലെങ്കിൽ സാറേ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ? Yeah. ഇതൊരു ചോദ്യമല്ല, ആ. സാറിന്റെ ഒരു അഭിപ്രായം അറിയാനായിട്ടാണ്. അതായത് സാറിന്റെ കാഴ്ചപ്പാടുകളോടൊക്കെ വ്യക്തിപരമായിട്ട് ഒരുപാട് യോജിപ്പുള്ള ആള് എന്ന നിലയിൽ എനിക്ക് ഒരു കാര്യത്തിൽ സാറിന്റെ അഭിപ്രായം അറിയണമെന്നുണ്ട്. അതായത് ആധുനികതയിൽ ജാതി വ്യവസ്ഥയ്ക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടല്ലോ. Yeah. എന്നാലും പരിപൂർണമായിട്ട് മാറി എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. എന്നിരുന്നാലും സ്കൂളുകളിൽ തന്നെ ആയാലും എന്താണ് ഇക്വാളിറ്റിക്ക് വേണ്ടിയാണല്ലോ ഈ സംവരണം എന്ന രീതിയിലൊക്കെ. സംവരണത്തിനെ ഞാൻ എതിർക്കുന്നു എന്നല്ല. അപ്പം ഇക്വാളിറ്റിക്ക് വേണ്ടിയിട്ട് അവർക്ക് കുറച്ചുകൂടി പരിഗണന കൊടുക്കുന്ന രീതിയിൽ ഈ സ്കോളർഷിപ്പ് പോലുള്ള കാര്യങ്ങളൊക്കെ, അത് SC/ST എന്നതിൽ മാത്രമല്ല, OBC അങ്ങനെയുള്ള കാര്യങ്ങളും ജാതിയിൽ പെടുന്നവർക്ക് ഒരു പ്രത്യേക പരിഗണന കൊടുക്കുന്നു. അപ്പോ ജാതിയിൽ പെടണം എന്നാലേ പരിഗണന കിട്ടുള്ളൂ. അപ്പം ജാതി ഇല്ലാത്തവരുടെ ആ ഒരു കാര്യത്തെ പറ്റി നമുക്ക് ചർച്ച ചെയ്യേണ്ട സമയം അതിക്രമിച്ചില്ലേ? ഇതുപോലെ എഴുത്തുകാരും സ്കോളേഴ്സും ഒക്കെ ഒരുപാട് ജാതി അടിച്ചമർത്തലിനെ പറ്റിയൊക്കെ എപ്പോഴും എഴുതുന്നു. സാർ ഇന്ന് ക്ലാസ് എടുത്തതിൽ 2015 പബ്ലിഷ് ചെയ്ത ബുക്കാണ്. അതിലും ഹിസ്റ്ററിയെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത്, ഞാൻ കുറച്ചുകൂടി ചിന്തിക്കാറുള്ള കാര്യമാണിത്. ഇങ്ങനെ ജാതി ഇല്ലാത്തവർക്ക് ഇതുപോലെ, ഞാൻ പറയുമ്പോൾ ഞാൻ എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. അപ്പം ഞാനും ജാതി ഇല്ലാതെ പഠിച്ചു വളർന്ന ഒരു കുട്ടി എന്ന നിലയിൽ, അപ്പം ശരിക്കും എൻ്റെ ഒപ്പമുള്ള ഇപ്പം ജാതിയുടെ പേരിൽ ഒരുപാട് പേർക്ക് പഠിച്ചു വരുന്ന കാലം തൊട്ടേക്ക് സ്കോളർഷിപ്പുകളും മറ്റ് ആനുകൂല്യങ്ങളും ഒക്കെ കിട്ടുന്നുണ്ട്. അങ്ങനെ ഒന്നും എനിക്ക് കിട്ടേണ്ടി വന്നിട്ടില്ല. അതുപോലെ തന്നെ MA ബേബി വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന സമയത്താണ് ജാതി ഇല്ലാത്ത കുട്ടികൾക്ക് പൊതുവിദ്യാലയത്തിൽ പ്രവേശനാനുമതി കിട്ടുന്നത്. അതിനു മുമ്പ് വരെ അങ്ങനെ ഉണ്ടായിരുന്നില്ല. അപ്പം ഇപ്പം ശരിക്കും നമ്മളിപ്പം എന്താണ്, നമുക്ക് ജാതി ഇല്ല എന്ന് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞ അദ്ദേഹത്തിന്റെ എപ്പോഴും വാഴ്ത്തപ്പെടുന്ന ഒരു വാചകമാണ് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ എന്നുള്ളത്. ഇപ്പം ശ്രീനാരായണ ഗുരുദേവന്റെ പേരിൽ സ്ഥാപിച്ചിട്ടുള്ള ഒരു സ്കൂളുകളിലായാലും കലാലയങ്ങളിലായാലും നമ്മളൊരു അഡ്മിഷന് വേണ്ടി ചെല്ലുകയാണെങ്കിൽ, അതായത് എന്താണ് SNDP കോളേജുകളിലൊക്കെ ആയാലും അഡ്മിഷന് വേണ്ടി ചെല്ലുകയാണെങ്കിൽ അവര് ചോദിക്കും ഈഴവയാണോ, അവർക്ക് സീറ്റ് കൊടുത്തിട്ട് ബാക്കി ഉണ്ടെങ്കിൽ നിങ്ങളെ പരിഗണിക്കാം എന്നൊരു നിലയിലായിരുന്നു. നമുക്ക് അവരെക്കായി മെറിറ്റ് ഉണ്ടെങ്കിൽ തന്നെയും, മറ്റുള്ളവർക്ക് മെറിറ്റ് ഉണ്ടെങ്കിൽ തന്നെയും ജാതിയുടെ പേരിൽ അവർക്ക് മുൻതൂക്കം കിട്ടുന്നുണ്ട്. അപ്പം കഴിവുള്ളവന് അർഹതപ്പെട്ട സ്ഥാനം കിട്ടാതെ പോകുന്ന ഒരു സിറ്റുവേഷൻ വരുന്നുണ്ടോ? അതുപോലെ തന്നെ ഇതുപോലെ ഞാൻ പറഞ്ഞല്ലോ, ഇതുപോലെ SNDP കോളേജുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു പ്രത്യേക ജാതിയിൽപ്പെട്ടവരെ പരിഗണിക്കുന്ന ഒരു അവസ്ഥ വരുമ്പോൾ, ഈ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന്, ആ ഒരു ജാതി എന്ന് പറയുന്നത് ആ പ്രത്യേക ജാതി തന്നെയാണോ എന്നുള്ള ചോദ്യവും നമ്മൾ ചിന്തിച്ചു പോകും. അപ്പോ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ ഇനിയും നമ്മൾ ഇങ്ങനെ ജാതി ഇല്ലാത്ത ആ ഒരു അങ്ങനെ ജീവിക്കണം എന്നുള്ള ആൾക്കാർക്ക് ഇതുപോലെ സ്കോളർഷിപ്പുകൾ മറ്റുള്ളവർക്ക് ജാതിയുടെ പേരിൽ കിട്ടുമ്പോഴും, ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോലും പരിഗണന ജാതിയുടെ പേരിൽ കൊടുക്കുന്ന സമയത്തും ജാതി ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അപ്പം ജാതി വേണം എന്നൊരു ചിന്ത മറ്റുള്ളവർക്ക് വരുത്തുന്ന ആ ഒരു സാഹചര്യം ആണ് ഇപ്പോഴും പലയിടത്തും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനെപ്പറ്റി സാറിന്റെ ഒരു കാഴ്ചപ്പാട് എന്താണ് എന്ന് എനിക്ക് അറിയണം എന്ന് ആഗ്രഹമുണ്ട്. ഇതിനെപ്പറ്റി കുറച്ച് എഴുതിക്കൊണ്ടിരിക്കുന്ന ആ ഒരു വിഷയമാണ്. അതുകൊണ്ട് സാറിന്റെ കാഴ്ചപ്പാട്, പോയിന്റ് ഓഫ് വ്യൂ എന്താണെന്ന് എനിക്ക് അറിയണം എന്ന ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ചോദിക്കുകയാണ്. ഞാൻ ഈ ബുക്ക് റിവ്യൂവിന്റെ ഭാഗമായിട്ട് പറഞ്ഞത്, ഐ ട്രൈഡ് ടു ബ്രിങ് ഇൻ എ കണക്ഷൻ ബിറ്റ്വീൻ ദ ഹിസ്റ്റോറിക്കൽ ഇൻജസ്റ്റിസ് that was imposed on slave castes. ഈ അടിമജാതികളുടെ മേല് വന്നു ചേർന്ന ഒരു ചരിത്രപരമായ അനീതി, ആ ചരിത്രപരമായ അനീതി ഈ സ്ലേവറിയുടെ ഹിസ്റ്ററി ഉള്ള ജാതി സമൂഹങ്ങള് ഇന്നും ലാൻഡ് ഓണർഷിപ്പിലും സ്ഥാപനങ്ങളുടെ ഓണർഷിപ്പിലും എല്ലാ തരത്തിലുള്ള അസറ്റുകളുടെ ഓണർഷിപ്പിലും ഗവൺമെന്റ് ജോബുകളിലും ഒക്കെ മാർജിനൽ ആണ് എന്നാണ് കണക്കുകൾ, വസ്തുതകൾ, ഫാക്റ്റുകൾ നമ്മളോട് പറയുന്നത്. അപ്പോ ഈ സ്ലേവറിയുടെ എക്സ്പീരിയൻസ്, ഈ ഹിസ്റ്റോറിക്കൽ ഇൻജസ്റ്റിസ് എന്ന് പറയുന്ന ചരിത്രപരമായ അനീതി എന്ന് പറയുന്ന ഒരു സംഗതി, അത്
ഈ വർത്തമാനകാലത്തിലും ഇമ്പാക്റ്റ് ഉള്ള ഒരു സംഗതിയാണ്. ഈ തിരിച്ചറിവിലാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ മേക്കേഴ്സ് they understood a category, historical injustice. ചരിത്രപരമായ അനീതി എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഇപ്പം കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിബേറ്റുകൾ നോക്കിയാൽ മനസ്സിലാവും. അതൊരു വലിയ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ രാജ്യം നിലനിന്ന് പോകുന്നതിന്റെ ഒരു പ്രധാന കാരണം ആ ഭരണഘടനയും കുറച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒക്കെ ഉള്ളത് കൊണ്ട് മാത്രമാണ്. അത്രത്തോളം they were towering intellectuals, most of them, especially അംബേദ്കർ. അവരുടെ ഡിബേറ്റുകൾക്കകത്ത് ഈ ഹിസ്റ്റോറിക്കൽ ഇൻജസ്റ്റിസ് എന്ന് പറയുന്ന കാറ്റഗറി വളരെ പ്രധാനമാണ്. ഇവിടെ ഐ വാസ് ജസ്റ്റ് ട്രൈങ് ടു ഫ്ലാഗ് ദ ഹിസ്റ്റോറിക്കൽ ഇൻജസ്റ്റിസ്. ഈ ഹിസ്റ്റോറിക്കൽ ഇൻജസ്റ്റിസ് സ്ലേവ് സമുദായങ്ങൾ, സ്ലേവറിയിൽ അനുഭവിച്ച ജാതി സമുദായങ്ങൾ, എല്ലാ ജാതി സമുദായങ്ങളും സ്ലേവറി അനുഭവിച്ചിട്ടില്ല. ഈ സ്ലേവറി അനുഭവിച്ച ജാതി സമുദായങ്ങൾ, ദളിതര്, അവരുടെ ഇന്നത്തെ സാമൂഹിക അവസ്ഥ, സാംസ്കാരിക അവസ്ഥ, സാമ്പത്തിക അവസ്ഥ, ഇതുമായിട്ട് അതിന് ബന്ധമുണ്ട്. ഇതിനുള്ളൊരു അഫർമേറ്റീവ് ആക്ഷൻ എന്നുള്ള രീതിയിലാണ് റിസർവേഷൻ വിഭാവന ചെയ്യപ്പെടുകയും നടപ്പാക്കപ്പെടുകയും ചെയ്യുന്നത്. നമ്മൾ അതിന്റെ തത്വത്തെയാണ് മനസ്സിലാക്കേണ്ടത്, ആ പ്രിൻസിപ്പിളിനെ. അതൊന്ന്. രണ്ടാമത് അതുല്യ പറഞ്ഞതനുസരിച്ച് ഈ ഗവൺമെന്റൽ നയങ്ങള് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്രാക്ടീസസ്, ഗവൺമെന്റ് പ്രാക്ടീസസ്, ഇതൊക്കെ കൊണ്ടാണ് ജാതി നിലനിൽക്കുന്നത് എന്ന് പറയാൻ കഴിയില്ല ഒരിക്കലും. ഇപ്പൊ ആർക്കാണ് ജാതി ഇല്ല എന്ന് ധൈര്യമായിട്ട് പറയാൻ കഴിയുന്നത്? റിസർവേഷന്റെ ബെനിഫിറ്റ് വേണ്ട എന്നെങ്ങനെയാണ് ഒരു ചരിത്രപരമായ അനീതി അനുഭവിക്കുന്ന, ഇപ്പൊ വേണമെങ്കിൽ എൻ്റെ മകന് പറയാം, എൻ്റെ അച്ഛൻ കോളേജ് അധ്യാപകനാണ്, അത്യാവശ്യം തരക്കേടില്ലാത്ത സാമ്പത്തിക സ്ഥിതിയുണ്ട്, അവൻ നല്ല സ്കൂളിൽ പഠിക്കുന്നുണ്ട്, അവന്റെ കുടുംബത്തിൽ അവന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ കഴിവുള്ള മാതാപിതാക്കളുണ്ട്, അവന്റെ ബുക്കുകൾ അവന് ഉണ്ട്, വായിക്കാൻ ചെറുപ്പത്തിലെ ബുക്കുകൾ അവന് കിട്ടുന്നുണ്ട്, എല്ലാ സൗകര്യമുള്ള അങ്ങനെ ഒരാൾക്ക് വേണമെന്ന് പറയാം. ഇത് ഒരു ഹിസ്റ്റോറിക്കൽ പ്രിവിലേജ് ആണ്, ചരിത്രപരമായി കിട്ടുന്ന ഒരു പ്രിവിലേജ്. അത് നമുക്ക് കിട്ടുമ്പം നമ്മൾ വിചാരിക്കും അത് നമ്മുടെ അവകാശമാണെന്ന്. അങ്ങനെയല്ല. ഈ ഹിസ്റ്റോറിക്കൽ പ്രിവിലേജ് ചരിത്രപരമായി നിഷേധിക്കപ്പെടുന്ന ആളുകൾക്ക് കോമ്പൻസേറ്ററി ഡിസ്ക്രിമിനേഷൻ കൊടുത്തേ മതിയാവും. ഇറ്റ് വിൽ നോട്ട് അണ്ടർമൈൻ ഇക്വാലിറ്റി, ഇറ്റ് വിൽ സബ്സ്റ്റാൻഷിയേറ്റ് ഇക്വാലിറ്റി. ഇന്ത്യൻ ഡെമോക്രസി ഈസ് നോട്ട് സ്റ്റാൻഡിങ് ഫോർ ഫോർമൽ ഇക്വാലിറ്റി, ഇറ്റ് ഈസ് സ്റ്റാൻഡിങ് ഫോർ സബ്സ്റ്റാൻഷ്യൽ ഇക്വാലിറ്റി. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഗവൺമെന്റൽ പ്രാക്ടീസുകളൊക്കെ മാറ്റി, ഗവൺമെന്റ് നയമൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ ജാതി ഉണ്ടാവില്ല എന്ന് പറയാം. അങ്ങനെ പറയാൻ കഴിയുമോ? നമ്മുടെ ജീവിതത്തിന്റെ ഏത് നിർണായക ഘട്ടം, വാട്ട് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഡിസിഷൻ എ പേഴ്സൺ ഈസ് ടേക്കിംഗ് ഇൻ ഹിസ് ലൈഫ്? മാരേജ് ആണെന്നാണ് വെപ്പ്. ഈ കുടുംബം അത്തരം സാധനങ്ങളിൽ വലിയ ഏറ്റവും അധികം ഒബ്സസീവ് ആയിട്ട് നടക്കുന്ന ഈ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം എന്ന് പറയുന്നത് മാരേജ് ആണ്. നിങ്ങൾ മാട്രിമോണിയൽ കോളംസ് പത്രങ്ങളുടെ എടുത്ത് നോക്കിയാൽ മതിയല്ലോ, ജാതി ഇവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിന് പിന്നെ എന്താ സംശയം? ജാതി, the caste may be invisible, but it is working in transmuted forms. We have to understand it. We have to understand the dynamics of caste. We have to acknowledge it. അതാണ് വേണ്ട. അതിനെ അംഗീകരിക്കാതെ നമുക്ക് ഒരിക്കലും അതിനെ ഇതില്ല എന്ന് പറഞ്ഞ് നിഷേധിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഇന്ത്യൻ സാമൂഹിക ജീവിതത്തിന്റെ ഒരു യാഥാർത്ഥ്യമാണ്. ഇവിടുത്തെ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ അധികാരത്തിന്റെ മെയിൻ മോഡ് ഓഫ് ആർട്ടിക്കുലേഷൻ കാസ്റ്റ് ആണ്. ഇറ്റ്സ് എ ഫാക്ട്. സോ അപ്പൊ ഈ ജാതി ഇല്ലാത്തവര് അങ്ങനെയൊക്കെ അങ്ങനെ ഒരു പ്രിവിലേജ് ഇപ്പം അതുല്യയുടെ ഇൻഡിവിജ്വൽ കേസിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇപ്പൊ ഈ ജാതിയില്ല പ്രിവിലേജ് പറയുന്ന പ്രോഗ്രസീവ് ആയിട്ടുള്ള ആളുകള് അത് അവര് പറഞ്ഞാൽ അതിനൊരു വിലയുണ്ട്. ഇപ്പം എം പി രാജേഷ് പറഞ്ഞാൽ അതിനൊരു വിലയുണ്ട്. ഇപ്പൊ ഏതെങ്കിലും ഒരു പുലിയ കമ്മ്യൂണിറ്റിയിൽ പെട്ട ഒരാൾ ഒരു ദിവസം രാവിലെ ചെന്നിട്ട് എനിക്ക് ജാതി ഇല്ല എന്ന് പറഞ്ഞാൽ ആരും അംഗീകരിക്കില്ല. ജാതി എന്ന് പറയുന്നത് നമ്മൾ തീരുമാനിച്ച് ചെയ്യുന്ന ഒരു കാര്യമൊന്നുമല്ല. ദ സൊസൈറ്റി ഈസ് അസ്ക്രൈബിങ് കാസ്റ്റ് ഓൺ യു. നിങ്ങൾ എന്ത് ജാതിയാണെന്ന് നിങ്ങൾ പറയാതെ തന്നെ മറ്റുള്ളവർ അറിഞ്ഞോളൂ. അതാണ് സണ്ണി കബിക്കാട് പറയുന്നത്. നിങ്ങൾ ട്രാൻസ്ഫർ ആയി വേറൊരു ഓഫീസിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങൾ ചെല്ലുന്നതിന് മുമ്പ് നിങ്ങളുടെ ജാതി അവിടെ ചെന്നിട്ടുണ്ടാവും എന്ന് പറയുന്ന പോയിന്റ് അതാണ്. അത് യാഥാർത്ഥ്യമാണ്. നമ്മൾ എന്തിനാണ് ഇതിനെ നമ്മൾ എന്തിനാണ് വെറുതെ അംഗീകരിക്കാൻ പഠിക്കുന്നത്? ഇതാണ് എനിക്ക് അതിനോടുള്ള ഒരു റെസ്പോൺസ്.
ഞാൻ ആ ഒരു ഡെമോക്രാറ്റിക് ഇതിൽ നിന്നുകൊണ്ടാണ് റിസർവേഷനെ സപ്പോർട്ട് ചെയ്യുന്നത്. അതിന് ചരിത്രപരമായിട്ടുള്ള അനീതികളുടെ ഒരു ഉദാഹരണം ഞാൻ ഈ ബുക്കുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. ഓക്കെ, പലതും പറഞ്ഞതൊന്നും അങ്ങ് എത്രത്തോളം കമ്മ്യൂണിക്കേറ്റ് ചെയ്തെന്ന് എനിക്ക് സംശയമുണ്ട് കേട്ടോ. ഓക്കെ, എനിവേ ഒന്ന് റെസ്പോണ്ട് ചെയ്തതിന് വളരെ നന്ദി. സാർ, എന്റെ ഇൻഡിവിജ്വൽ കേസിൽ നിന്ന് തന്നെയാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ഞാൻ ജാതി ഇല്ലാതെയാണ് ജനിച്ചത്, വളർന്നത്. ആ ഒരു ഇൻഡിവിജ്വൽ കേസ് റെസ്പെക്ട് ചെയ്യപ്പെടേണ്ടതാണ്. പക്ഷെ കാസ്റ്റ് ഈസ് നോട്ട് എൻ ഇൻഡിവിജ്വൽ ക്വസ്റ്റ്യൻ. ഇറ്റ് ഈസ് എ സോഷ്യൽ ഡൈനാമിക്. ഇറ്റ് ഈസ് എ ഫോം ഓഫ് സോഷ്യൽ പവർ. സാമൂഹിക അധികാരവും രാഷ്ട്രീയ അധികാരവും കൾച്ചറൽ പവറും ഒക്കെ സ്വാധീനിക്കുന്ന ഒരു സംഭവമാണത്. അതിന്റെ കൂടുതൽ ഒരു ഡിസ്കഷൻ നമുക്ക് ഇപ്പൊ ഇനി ഞാൻ സമയം തിന്നുന്നത് ശരിയല്ലല്ലോ. താങ്ക് യു സാർ, താങ്ക് യു. ബിൻസി മിസ്സേ. ജിജു സാർ ഉണ്ടോ അവിടെ? അന്ന് അനന്തകൃഷ്ണൻ സ്റ്റാർട്ട് ചെയ്യട്ടെ. അതുല്യ സാറേ, ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാവോ? അടുത്തതിലേക്ക് പോകാം. സമയത്തിന്റെ പ്രശ്നം വല്ലതും ഉണ്ടോ? കുഴപ്പമില്ല, അടുത്തത് പോവാം. അതെ, നമ്മളെ ഒരു ഇതുണ്ട്. നമുക്ക് എനിക്ക് തന്നെ 8:15 എന്തോ അല്ലേ? 8:15 വരെയാണ് വെച്ചിരുന്നത്. അപ്പൊ അടുത്തത് എടുക്കാനുള്ളത് ഐശ്വര്യ ആണ്. ഒരു മിനിറ്റ്, സജിമിസ് ഞാനിവിടെ ഉണ്ട്. എനിക്ക് ഒരു ഷെഡ്യൂൾ ചെയ്തേക്കണ 8:15 വരെയാണ്. എനിക്ക് തോന്നണത് പോസ്റ്റ് ചെയ്യുന്ന ആള് ലോഗ് ഔട്ട് ചെയ്യണവര് നിക്കുമെന്ന് എനിക്ക് അറിയില്ല. നിക്കുമെന്ന് ഞാൻ വിചാരിക്കണോ, അല്ലെങ്കിൽ ഞാൻ രണ്ടാമത് ലിങ്ക് ഇടാം? എന്താ ചെയ്യണ്ടേ? In which case I'll have to stop recording and go and actually create another link. I am not very clear. എനിക്ക് അതിന്റെ ടെക്നിക്കൽ ഇഷ്യൂസിനെ കുറിച്ച് ശരിക്കും അറിയില്ല. If there is somebody who can help me out with that. നമുക്ക് മറ്റൊരു ലിങ്ക് ഇട്ട് ചേർന്നതല്ലേ നല്ലത്? ഓക്കെ. അല്ലെ മിസ്, ഒരു കാര്യം പറഞ്ഞാലോ? നമുക്ക് അടുത്ത ദിവസത്തേക്കും മാറ്റിവെക്കണം കുട്ടികളെ. എങ്ങനെ? നമ്മൾ നാളത്തേക്ക് വെച്ചാലേ ഈ സമയം ആയതുകൊണ്ട്. അതുല്യ ഓർഗനൈസ് ചെയ്യണ കുട്ടികൾ പറയട്ടെ. Maybe she will has. Maybe സർ, പേപ്പർ അവതരിപ്പിക്കുന്ന ആളാരാണ്? അനന്തകൃഷ്ണൻ. അതെ, ആ കുട്ടിയോട് ചോദിക്കാം. ഐശ്വര്യ പറയട്ടെ എന്നുള്ളതാണ്. ഞാൻ നാളെ എടുക്കണ്ടേ? ഇന്നാ എടുക്കുന്ന ഐശ്വര്യായിരുന്നു. ഐശ്വര്യായിരുന്നു. ഓക്കെ. ഐശ്വര്യ, അവളുടെ അഭിപ്രായം എന്താണ്? ഞാൻ പ്രിപ്പയർ ആണ്. ഇപ്പൊ നാളെ ആയാലും കുഴപ്പമില്ല, പറഞ്ഞാണ്. എടാ, സമയം ഒരുപാട് ആയതുകൊണ്ട് നിനക്ക് കുറച്ച് സമയത്തിനുള്ളിൽ തീർക്കാൻ കഴിയുമെങ്കിൽ ആവാം. അപ്പോ നിനക്ക് കുറച്ച് ഡീപ്പായിട്ട് സംസാരിക്കാൻ പറ്റില്ല. അപ്പൊ എന്റെ അഭിപ്രായത്തിൽ കുറച്ചുകൂടി നല്ലത് നിനക്ക് കുറച്ചുകൂടി ടൈം കിട്ടുന്നതായിരിക്കും ബെറ്റർ. ലിങ്ക് രണ്ടാമത് ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ ഷീ ക്യാൻ ടോക്ക്. ലിങ്ക് രണ്ടാമത് ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ. അപ്പൊ നാളെ ഞാൻ ഒരു കാര്യം ചെയ്യാം. നാളെ ഞാൻ ലിങ്ക് ജനറേറ്റ് ചെയ്യുമ്പോ ആ സ്റ്റാർട്ടിങ് ടൈം മാത്രം വെക്കാം. ഷെഡ്യൂൾ ചെയ്യുമ്പോ ഫുൾ അത് വെക്കണില്ല. 8:15 എന്നുള്ളൊരു ഔട്ടർ ലിമിറ്റ് എടുത്ത് കളയാം. Maybe that will be better. You can always. നമുക്ക് ഒരു ദിവസം എക്സ്ട്രാ ഇല്ലേ സാറേ? 26 വരെ ഒരു ദിവസം ആളില്ല, ഒരു ദിവസം അധികം കിടക്കും. അപ്പൊ നമുക്ക് ഒരു ദിവസം കൂടിയാലും കുഴപ്പമില്ല.
Okay, but this. തീർച്ചയായിട്ടും അത് നല്ലതാണ്, കാരണം ഒരു ദിവസം എക്സ്ട്രാ കിടപ്പുണ്ട്. Okay, then fine. Then fine. I think this is on record. Then. എന്ത് പറ്റി? ഹലോ എന്ത് പറ്റി? സജി മിസ്, ഹലോ ഹലോ മിസ്, അത് 8:13 ആയപ്പോഴത്തേക്കും സ്റ്റക്കായി പോയതാവാൻ സാധ്യതയുണ്ട് സാർ. എങ്കിൽ പിന്നെ നമുക്ക് ഇന്നത്തെ പ്രോഗ്രാം നിർത്താം. അതെ. ബിൻസി മിസ് വോട്ട് ഓഫ് താങ്ക്സ് പറയാവോ? പിന്നെ എന്താ, ഓക്കെ. ഒരു അധിനിവേശ സംസ്കാരത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഒരു എന്താ പറയുക, ഈ ഒരു ഇന്നത്തെ പുസ്തക ചർച്ച എന്ന് പറയുന്നത് ശരിക്കും ഒരു അക്കാദമിക് ലെവലിൽ നിന്നുകൊണ്ട് ഷൈൻ സാർ അവതരിപ്പിച്ച ആ ഒരു അല്ലെങ്കിൽ നമ്മളോട് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ശ്രമിച്ച ആ ഒരു വിഷയങ്ങൾ കൂടി, ഒരു പുസ്തകം മാത്രമല്ല, ഒരു വളരെ ഗഹനമായി ചിന്തിക്കേണ്ട ഒരു വിഷയവും കൂടി നമ്മളിലേക്ക് എത്തിയിരിക്കുകയാണ്. വളരെ നന്നായിട്ട്, വളരെ ആഴത്തിൽ തന്നെ സാർ ആ ഒരു പുസ്തകം നമ്മളിലേക്ക് എത്തിക്കുകയായിരുന്നു. സാറിനോടുള്ള ഒരു നന്ദി പറയുകയാണ്. അതേപോലെ ഇന്നത്തെ ഈ ദിവസം ഇവിടെ ഉണ്ടായിരുന്ന ഈ ചടങ്ങിൽ ഉണ്ടായിരുന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. ഓക്കെ, താങ്ക് യു. എല്ലാരോടും നന്ദി. എന്നെ ഒരു ടൈം ഞാൻ കൂടുതൽ എടുത്തു, എനിക്കതിൽ വളരെ വിഷമമുണ്ട്. നിങ്ങൾ എന്നോടൊന്ന് ക്ഷമിക്കണം. ഇല്ല സാർ, സാർ നല്ല രീതിയിലാണ് ക്ലാസ് എടുത്തത്. ഒരിക്കലും സമയം കൂടിയെന്ന് പറയാൻ പറ്റത്തില്ല. ആ സമയം കൂടുതൽ സത്യത്തിൽ ചർച്ച നടന്നില്ലെങ്കിൽ പോലും കുഴപ്പമില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നി. അത്രമാത്രം അത് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ഒരിക്കലും സാറ് സമയം കൂടുതൽ എടുത്തെന്ന് പറയരുത്. നല്ല രീതിയിൽ തന്നെ സാർ എടുത്തത്. അതെ അതെ അതെ, സത്യമാണോടാ? സത്യമായിട്ടും നല്ലതായിരുന്നു. സമയം കൂടിയെന്നൊരു ഫീല് വന്നേ ഇല്ല. ഞാൻ ഇപ്പോഴാ സമയം ശ്രദ്ധിച്ചത്. എല്ലാവരും അത്ര ശ്രദ്ധിച്ചിരിക്കുക സാർ. ലെഫ്റ്റ് ആവുന്നവര് അപ്പൊ ജോയിൻ ചെയ്യുന്നുണ്ടായിരുന്നു, ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അല്ല, 8 മണിയായി എന്ന് പോലും ഞാൻ ലാസ്റ്റാ മനസ്സിലാക്കിയത്. അത്ര നന്നായിട്ട് സാർ അത്. ആയിക്കോട്ടെ. ഓക്കെ സാർ, താങ്ക് യു. ഐശ്വര്യ, സാർ കുഴപ്പമില്ലല്ലോ അല്ലേ? നാളെ ഇല്ല സാർ. ഓക്കെ, നാളെ ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഞാനും വരും. ഓക്കെ, താങ്ക് യു. അപ്പൊ അടുത്ത ദിവസങ്ങളിലും എല്ലാവരെയും പ്രതീക്ഷിക്കുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്ത് നമ്മുടെ പ്രോഗ്രാം വിജയിപ്പിക്കണമെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പ്രോഗ്രാം ഒഫീഷ്യലി വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഓക്കെ, താങ്ക് യു ഓൾ. കേക്കാം സാർ, പറഞ്ഞോളൂ. സാറെ കേൾക്കാമോ? എന്താ സാർ? കേൾക്കുന്നില്ല. ഹലോ, നെറ്റ് ഇഷ്യൂ വന്നോ? സാറ് പറയാൻ എനിക്ക് ക്ലിയർ അല്ല. ഞാൻ വിളിക്കാം സാർ, കോൾ ചെയ്യാം.